NCERT book Class 6 Hindi Chapter 2 ബച്പൻ. ബച്പൻ മീൻസ് ചൈൽഡ്ഹുഡ്, കുട്ടിക്കാലം. ഇത് ആരുടെ കുട്ടിക്കാലമാണ്? കൃഷ്ണ സോപതിയാണ് ഈ ബച്പൻ എന്ന് പറഞ്ഞ ഈ പാഠം എഴുതിയിരിക്കുന്നത്. ഇവിടെ കൃഷ്ണ സോപതി, നമ്മുടെ ലേഖിക, നമ്മളെ അവരുടെ കുട്ടിക്കാലത്തേക്ക് കൊണ്ടുപോവുകയാണ്. അതായത് അവരുടെ കൃഷ്ണ സോപതിയുടെ കുട്ടിക്കാലത്തിലെ ഓർമ്മകൾ നമ്മളുമായി പങ്കുവയ്ക്കുകയാണ്. लेसन रीड ചെയ്യാം. मैं तुम्हें अपने बचपन की ओर ले जाऊंगी. मैं तुमसे कुछ इतनी बड़ी हूँ कि तुम्हारी दादी भी हो सकती हूँ, तुम्हारी नानी भी, बड़ी बुआ भी, बड़ी मौसी भी. परिवार में मुझे सभी लोग जीजी कहकर ही पुकारते हैं. हाँ, मैं इन दिनों कुछ बड़ा यानी उम्र में सयाना महसूस करने लगी हूँ. शायद इसलिए कि पिछली शताब्दी में पैदा हुई थी. मेरे पहनने ओढ़ने में भी काफ़ी बदलाव आए हैं. पहले मैं रंग बिरंगे कपड़े पहनती रही हूँ, नीला, जामुनी, ग्रे, काला, चॉकलेटी. अब मन कुछ ऐसे करता है कि सफ़ेद पहनो, गहरे नहीं, हल्के रंग. मैंने पिछले दशकों में तरह तरह की पोशाकें पहनी है. पहले फ्रॉक, फिर निकरबॉकर, स्कर्ट, लहंगे, गरारे और अब चूड़ीदार और घेरेदार कुर्ते. बचपन के कुछ फ्रॉक तो मुझे अब तक याद है. हल्की नीली और पीली धारी वाली फ्रॉक, गोल कॉलर और बाजू पर भी गोल कफ. एक हल्के गुलाबी रंग का बारीक चुन्नटों वाला घेरेदार फ्रॉक, नीचे गुलाबी रंग की फ्रिल. उन दिनों फ्रॉक के ऊपर की जेब में रुमाल और बालों में इतराते रंग बिरंगे रिबन का चलन था. लेमन कलर का बड़े प्लेटों वाला गर्म फ्रॉक जिसके नीचे फर टंगी थी. 2 ट्यूनिक भी याद है, एक चॉकलेट रंग का और अंदर की कोटी प्याजी, दूसरा ग्रे और उसके साथ सफ़ेद कोटी. ഇവിടെ ലേഖിക തൻ്റെ കുട്ടിക്കാലത്ത് ഇട്ടിരുന്ന ഡ്രസ്സുകളെക്കുറിച്ചും പലതരത്തിലുള്ള ഡ്രസ്സുകളെക്കുറിച്ചും പലതരത്തിലുള്ള കളർ യൂസ് ചെയ്തതിനെക്കുറിച്ചും ഒക്കെയാണ് പറയുന്നത്. കളറിലുള്ള ഡ്രസ്സുകൾ ധരിച്ചിരുന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. ഇപ്പോൾ ലേഖികയുടെ വയസ്സ് നമ്മുടെ ഗ്രാൻഡ് മദറിൻ്റെ ഒക്കെ അത്രയും ആയിട്ടുണ്ടാവും എന്നാണ് പറയുന്നത്. ഇത് കുട്ടിക്കാലത്തെ ഓർമ്മയാണ്. ലേഖികയുടെ കുട്ടിക്കാലം മുതൽ ഇതുവരെയുള്ള ഡ്രസ്സുകളിൽ വളരെയധികം മാറ്റം വന്നിട്ടുണ്ട് എന്ന് ലേഖിക പറയുന്നു. കുട്ടിക്കാലത്ത് പല നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചിരുന്നു, പക്ഷേ ഇപ്പോൾ വെള്ള ഡ്രസ്സാണ് ധരിക്കാനിഷ്ടം. പണ്ട് പലതരത്തിലുള്ള ഡ്രസ്സസ് ധരിച്ചിരുന്നു, ഇപ്പോൾ ചുരിദാർ മാത്രമാണ് ധരിക്കുന്നത്. കുട്ടിക്കാലത്തുണ്ടായിരുന്ന ഒരു ഫ്രോക്ക് ഇപ്പോഴും ലേഖികയ്ക്ക് നല്ല ഓർമ്മയുണ്ടെന്ന് പറയുന്നു. ഇത്രയാണ് ഈ പാരഗ്രാഫിൽ ലേഖിക പറയുന്നത് ചുരുക്കം. നെക്സ്റ്റ് പാരഗ്രാഫ്. मुझे अपने मोजे और स्टॉकिंग भी याद है. बचपन में हमें अपने मोजे खुद धोने पड़ते थे. वह नौकर या नौकरानी की नहीं दिए जा सकते थे, इसकी सख्त मनाही थी. हम बच्चे इतवार की सुबह इसी में लगाते. धो लेने के बाद अपने अपने जूते पॉलिश करके चमकाते. जब जूते कपड़े या ब्रश से रगड़ते तो पॉलिश की चमक उभरने लगती. सर्वर मुझे आज भी बूट पॉलिश करना अच्छा लगता है. हालांकि अब नई किस्म के शू आ चुके हैं. कहना होगा कि ये पहले से कहीं ज़्यादा आरामदेह है. हमें अब नए जूते मिलते, उसके साथ ही चालों का इलाज शुरू हो जाता. जब कभी लंबी सैर पर निकलते अपने पास रुई ज़रूर रखते. जूता लगा तो रुई मोजे के अंदर. हाँ, हमारे तुम्हारे बचपन में तो बहुत फ़र्क हो चुका है. അപ്പോൾ ഇവിടെ ലേഖിക പറയുന്നത് തൻ്റെ സോക്സും സ്റ്റോക്കിങ്സും എല്ലാം ലേഖയ്ക്ക് ഓർമ്മ വരുന്നു എന്നാണ്. സോക്സ് തന്നെയാണ് വാഷ് ചെയ്തിരുന്നത്, അത് നിർബന്ധമായിരുന്നു. എല്ലാ സൺഡേയിലും ഷൂ പോളിഷ് ചെയ്തിരുന്നു. ലേഖയ്ക്ക് പുതിയ ഷൂസിനേക്കാൾ പഴയ ഷൂസ് ധരിക്കുന്നതായിരുന്നു ഇഷ്ടം. കാരണം പുതിയ ഷൂസ് ഇടുമ്പോൾ കാലൊക്കെ പൊട്ടിയിട്ട് അവിടെ കുമിളകളൊക്കെ വരുമായിരുന്നു. ഇപ്പോഴും ഷൂ പോളിഷ് ചെയ്യുന്നത് ലേഖികയ്ക്ക് ഇഷ്ടമാണ്. അതായത് ഇത്രയും പ്രായമായിട്ടും സ്വന്തം ഷൂസൊക്കെ പോളിഷ് ചെയ്ത് ഇടുന്ന ഇഷ്ടമാണ്. नेक्स्ट. हर शनिचर को हमें
ऑलिव ऑयल या कैस्टर ऑयल पीना पड़ता। यह एक मुश्किल काम था। शनिचर को सुबह से ही नाक में इसकी गंध आने लगती। എല്ലാ സാറ്റർഡേയ്സും ഒലിവ് ഓയിലും കാസ്റ്റർ ഓയിലും കഴിക്കണമെന്ന് നിർബന്ധമായിരുന്നു. ഇതൊരു വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു ഈ ഓയിൽ കഴിക്കുക എന്നുള്ളത്. പക്ഷേ ഇതിൻ്റെ മണം വരുമ്പോൾ തന്നെ വോമിറ്റിംഗ് ടെൻഡൻസി ഉണ്ടാവുമെന്നാണ് ലേഖിക പറയുന്നത്. छोटे शीशे के ग्लास जिन पर ठीक खुराक के लिए निशान पड़े रहते उन्हें देखते ही मितली होने लगती है. ഒരു ചെറിയ ഗ്ലാസ് ഉണ്ടായിരുന്നു. അതിൽ ഒരു അളവെടുത്തിട്ടുണ്ട്, ഉണ്ട്. ആ അളവിൽ ഈ കാസ്റ്റർ ഓയിലോ ഒലിവ് ഓയിലോ ഒഴിച്ചു കൊടുക്കും. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ വോമിറ്റിംഗ് ടെൻഡൻസി വരും, ഛർദ്ദിക്കാൻ തോന്നിയിരുന്നു. मुझे आज भी लगता है कि अगर हम न भी पीते वह शनिवारी दवा तो कुछ ज़्यादा बिगड़ने वाला नहीं था, सेहत ठीक ही रहती. അപ്പോൾ ലേഖിക പറയുന്നത് അന്ന് ഇതുപോലെ കഴിച്ചുകൊണ്ട് എല്ലാ സാറ്റർഡേയ്സും ഇതുപോലെ ഓയിൽ കഴിച്ചുകൊണ്ടാണ് ഇപ്പോഴും ആരോഗ്യം നന്നായിരിക്കുന്നത്. तुम्हें बताऊंगी कि हमारे समय और तुम्हारे समय में कितनी दूरी हो चुकी है, यहाँ तक कि बचपन की दिलचस्पियाँ भी बदल गई. അപ്പോൾ ഇവിടെ ലേഖിക പറയുന്നു, ഇപ്പോഴത്തെ കാലവും ലേഖികയുടെ കാലവും തമ്മിൽ നല്ല വ്യത്യാസമുണ്ടായിരുന്നു. ഹോബീസിൽ വരെ വളരെ വ്യത്യാസമുണ്ട്. याद रहे उन दिनों कुछ घरों में ग्रामोफोन थे, റേഡിയോ और ടെലിവിഷൻ नहीं थे. ആ സമയത്ത് പല വീടുകളിലും ഗ്രാമഫോൺ ആയിരുന്നു. റേഡിയോയും ടെലിവിഷനും ഒന്നും ടി വി ഒന്നും ഈ കാലത്തെ പോലെ ഉണ്ടായിരുന്നില്ല. हमारे बचपन की कुल्फ़ी आइसक्रीम हो गई, कचौड़ी समोसा पैंटिस में बदल गया, शहतूत और फॉल से और खसखस के शरबत कोक पेप्सी में. അപ്പോൾ അന്നുണ്ടായിരുന്ന കുൽഫി ഇപ്പോൾ ഐസ്ക്രീമായി, കച്ചൗടി സമോസയായി. കച്ചൗടി എന്ന് പറയുന്നത് ഗോതമ്പ് മാവ് പരത്തിയിട്ട് അതിനകത്ത് ചെറുപയറൊക്കെ മസാലയൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കുന്നൊരു സ്നാക്കാണ്. അങ്ങനെ പിന്നെ അന്ന് ഉണ്ടായിരുന്നത് കസ്കസ് ഇട്ടിട്ടുള്ള ഷർബത്തൊക്കെ ഇപ്പോൾ മാറിയിട്ട് കോക്കും പെപ്സിയൊക്കെ ആയിട്ട് മാറിയിരിക്കുകയാണ്. ഇൻ ദിനോം കോക്ക് നഹി ലെമൺ വിംറ്റോ മിൽത്തി थी. അപ്പോൾ അന്നൊന്നും കോക്കൊന്നുമില്ല, ലെമണേഡും വിംറ്റോ ഒക്കെ ആയിരുന്നു കിട്ടിയിരുന്നത്. शिमला और नई दिल्ली में बड़े हुए बच्चों को वैंगस और डेविको रेस्तरां की चॉकलेट और पेस्ट्री मज़ा देने वाली होती. हम भाई बहनों की ड्यूटी लगती शिमला माल से ब्राउन ब्रेड लाने की. ഷിംലയിലും നയി ദില്ലിയിലുമൊക്കെ പ്രായമായ കുട്ടികൾ പോകുന്ന ഒരു ഹോട്ടലുണ്ട്. അവിടെ പേസ്ട്രിയും ഒക്കെ കിട്ടുമായിരുന്നു. അവിടെ പോയി അതൊക്കെ വാങ്ങും. ലേഖികയും ഭായിയും കൂടെ അവിടെ പോയിട്ട് ആ മാളിൽ പോയിട്ട് ബ്രൗൺ ബ്രെഡ് വാങ്ങിയിരുന്നു. हमारा घर माल से ज़्यादा दूर नहीं था. एक छोटी सी चटाई और गिरजा मैदान पहुंच जाते. वहाँ से एक उतराई उतरते और माल पर कन्फेक्शनरी काउंटर पर तरह तरह की पेस्ट्री और चॉकलेट की खुशबू मन भावनी. हमें हफ्ते में एक बार चॉकलेट खरीदने की छूट थी. सबसे ज़्यादा मेरे पास ही चॉकलेट टॉफ़ी का स्टॉक रहता. मैं चॉकलेट लेकर खड़े खड़े कभी न खाती. घर लौटकर साइड बोर्ड पर रख देती और रात के खाने के बाद बिस्तर में लेकर मज़ा ले खाती. ലേഖികയുടെ വീടിനടുത്ത് ഒരു മാളുണ്ടായിരുന്നു. ആഴ്ചയിൽ ഒരു ദിവസം അവർ ചോക്ലേറ്റ് വാങ്ങാനായിട്ട് ഉള്ള ഫ്രീഡം കൊടുത്തിരുന്നു. അങ്ങനെ അവർ മാളിൽ പോയി ചോക്ലേറ്റ് വാങ്ങും. അങ്ങനെ വാങ്ങിയത് ചോക്ലേറ്റിൻ്റെ ഒരു കളക്ഷൻ തന്നെ ലേഖികയുടെ കയ്യിലുണ്ടായിരുന്നു. അത് പെട്ടെന്നൊന്നും കഴിച്ചു തീർക്കില്ല. ശേഖരിച്ച് വെച്ചിട്ട് പതുക്കെ വളരെ ആസ്വദിച്ചാണ് ലേഖിക കഴിച്ചിരുന്നത്. शिमला की काफल भी बहुत याद आते हैं. खट्टे मीठे, कुछ एकदम लाल, कुछ गुलाबी, रस भरी खसमल सोचकर ही मुंह में पानी भर आए. चेस्टनट एक और गजब की चीज़, आग पर भूने जाते और फिर छिलके उतार कर मुँह में. चने ज़ोर गरम और अनारदाने का चूर्ण. हाँ, चने ज़ोर गरम की पुड़िया जो तब थी वह अब भी नज़र आती है. पुराने कागज़ों से बनाई हुई इस पुड़िया में निरा हाथ का कमाल है. नीचे से तिरछी
लपेटते हुए ऊपर से इतनी चौड़ी कि चले आसानी से हथेली पर पहुंच जाए। एक वक्त था जब फिल्म का गाना चना जोर गरम बाबू में लाया मज़ेदार चना जोर गरम उन दिनों स्कूल के हर बच्चे को आता था. അപ്പോൾ ഇവിടെ ലേഖിക പറയുകയാണ്, പണ്ട് ചൂട് കടലയും പിന്നെ മാതള നാരകത്തിൻ്റെ കുരു കൊണ്ടുണ്ടാക്കിയ ഒരു പൊടി രൂപത്തിലുള്ള ഒരു വിഭവം ഉണ്ടായിരുന്നു. അത് രണ്ടും ലേഖയ്ക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ചൂട് കടലയ്ക്ക് പണ്ടുണ്ടായിരുന്ന അതേ സ്വാദ് തന്നെയാണ് ഇപ്പോഴും എന്ന് ലേഖിക പറയുന്നു. അതിൽ മാത്രം വലിയ മാറ്റമൊന്നും ഇല്ല എന്ന് ലേഖിക പറയുന്നു. कुछ बच्चे पुड़िया पर तेज़ मसाला बुरकवाते, पूरा गिरजा मैदान घूमने तक यह पुड़िया चलती. एक एक चना पापड़ी मुँह में डालने और कदम उठाने में एक खासी लय रफ्तार थी. छुटपन में हमने शिमला रिज पर बहुत मज़े किए हैं, घोड़ों की सवारी की है. शिमला के हर बच्चे को कभी न कभी यह मौका मिल ही जाता था. ലേഖികയുടെ കുട്ടിക്കാലത്ത് കൂടുതൽ സമയവും സിംലയിലായിരുന്നു. അവിടെ ഘോഡയ്ക്ക് സവാരി, അതായത് കുതിര സവാരി ചെയ്യാൻ ഉള്ള അവസരങ്ങൾ പലപ്പോഴും കിട്ടിയിരുന്നു. हम जाने क्यों घोड़ों को कुछ कमतर करके समझते, उन पर हंसते थे. ननिहाल के घोड़े खूब अष्टपुष्ट और खूबसूरत, उनकी बात फिर कभी. शाम को रंग बिरंगे गुब्बारे, सामने जाको का पहाड़, ऊंचा चर्च की घंटियों बजती तो दूर दूर तक उनकी गूंज फैल जाती. लगता इसके संगीत से प्रभु यीशु स्वयं कुछ कह रहे हैं. ലേഖിക പറയുന്നു, അവിടുത്തെ കുതിരകളൊക്കെ വളരെ ആരോഗ്യവും വളരെ ഭംഗിയുമുള്ളതായിരുന്നു എന്ന്. വൈകുന്നേരമാവുമ്പോൾ പലതരത്തിലുള്ള പല കളറിലുള്ള ഗുബ്ബാരെ, ബലൂണുകളൊക്കെ കൊണ്ട് നടക്കുന്നവരെ കാണാൻ പറ്റും. കൂടാതെ ചെറിയ ചെറിയ പഹാഡുകൾ അവിടെ ഉണ്ടായിരുന്നു. ചെറുതും വലുതുമായ പഹാഡുകളൊക്കെ ഉണ്ടായിരുന്നു, മലകളൊക്കെ ഉണ്ടായിരുന്നു. വളരെ സൂര്യാസ്തമനം കാണാൻ നല്ല ഭംഗിയായിരുന്നു. പള്ളിമണിയുടെ സംഗീതം പോലുള്ള മനോഹരമായ ശബ്ദവും കേൾക്കാൻ പറ്റിയിരുന്നു. ഇത് കേട്ടാൽ യേശുദേവൻ എന്തോ പറയുന്നത് പോലെയാണ് തോന്നിയിരുന്നതെന്ന് ലേഖിക ഇവിടെ പറയുകയാണ്. सामने आकाश पर सूर्यास्त हो रहा है, गुलाबी सुनहरी धारियों नीले आसमान पर फैल रही है. दूर दूर फैले पहाड़ों के मुखड़े गहराने लगे और देखते देखते बत्तियाँ टिमटिमाने लगी. रिज पर रौनक और माल की दुकानों की चमक के भी क्या कहने. स्कैंडल पॉइंट को भीड़ से उभरता कोलाहल. സൂര്യൻ അസ്തമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ നീല ആകാശത്തിൽ ഗോൾഡൻ കളറിലെയും ചുവന്ന കളറിലെയും ലൈനുകൾ കാണാൻ, സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് ആകാശത്തിൽ കാണുന്ന ആ ഭംഗിയാണ് ഇവിടെ പറയുന്നത്. നല്ല രസമായിരുന്നു അത് കാണാൻ. दूर दूर फैले पहाड़ों के मुखड़े गहराने लगे और देखते देखते बत्तियाँ टिमटिमाने लगी. നേരത്തെ കണ്ടിരുന്ന മലകളൊക്കെ ഇപ്പോൾ സൂര്യൻ അസ്തമിച്ചതുകൊണ്ട് ഇരുട്ടായതുകൊണ്ട് കാണാതായി. അങ്ങനെ തെരുവിലൊക്കെ ലൈറ്റുകൾ കത്തിത്തുടങ്ങി, തെരുവ് വിളക്കുകൾ കത്തിത്തുടങ്ങി. ആൾക്കാരുടെ ക്രൗഡും അവിടെ കണ്ടു തുടങ്ങി. സർവർ स्कैंडल पॉइंट के ठीक सामने उन दिनों एक दुकान हुआ करती थी, जिसके शोरूम में शिमला कालका ट्रेन का मॉडल बना हुआ था. इसकी पटरियाँ, उस पर खड़ी छोटे छोटे डिब्बों वाली ट्रेन, एक और लाल टिन की छत वाला स्टेशन और सामने सिग्नल देता खंबा, थोड़ी थोड़ी दूर पर बनी सुरंगें. സ്കാൻഡൽ പോയിൻറ്റിൻ്റെ അടുത്തുള്ള ഷോറൂമിൽ സിംല കാൽക്ക ട്രെയിനിൻ്റെ ഒരു മോഡൽ ഉണ്ടായിരുന്നു. പണ്ട് ഏറ്റവും സ്പീഡിൽ പോയിക്കൊണ്ടിരുന്ന ട്രെയിനായിരുന്നു ഈ ഷിംല കൽക്ക ട്രെയിൻ. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന മോഡലിൽ റെയിൽവേ ട്രാക്ക് ഉണ്ടായിരുന്നു. ചെറിയ ബോഗികൾ, ആ ട്രാക്കിൽ ചെറിയ ബോഗികൾ കാണാമായിരുന്നു. ഒരു സൈഡിൽ ചുവന്ന ഷീറ്റിട്ട റെയിൽവേ സ്റ്റേഷൻ കാണാമായിരുന്നു. അതിനടുത്ത് തന്നെ സിഗ്നൽ പോസ്റ്റുകൾ ഉണ്ടായിരുന്നു. കുറച്ച് ദൂരെയായി ടണലും ഉണ്ടായിരുന്നു. ഇതായിരുന്നു ആ മോഡൽ, ആ ഷോപ്പിൽ കണ്ട മോഡൽ. पिछली सदी में तेज़ रफ्तार वाली गाड़ी वही थी. कभी कभी हवाई जहाज़ भी देखने को मिलते. दिल्ली में जब भी उनकी आवाज़ आती, बच्चे उन्हें देखने बाहर दौड़ते. दिखता एक भारी भरकम पक्षी उड़ा जा रहा है पंख फैलाकर. यह देखो और
वह गायब। उसकी स्पीड ही इतनी तेज़ लगती। हाँ, गाड़ी के मॉडल वाली दुकान के साथ एक और ऐसी दुकान थी जो मुझे कभी नहीं भूलती। यह वह दुकान थी जहाँ मेरा पहला चश्मा बना था। वहाँ आँखों के डॉक्टर അഗ്രേസ് थे. ആ കാലത്തെ ഏറ്റവും സ്പീഡിൽ പോകുന്ന ട്രെയിനായിരുന്നു ഈ സിംല കാൽക്ക ട്രെയിൻ. വല്ലപ്പോഴുമൊക്കെ പ്ലെയിനും കാണാൻ സാധിച്ചിരുന്നു. ഏതോ വലിയൊരു പക്ഷി വളരെ വേഗത്തിൽ ചിറക് വിടർത്തി പറക്കുന്നതായിട്ടാണ് ഈ പ്ലെയിൻ കാണുമ്പോൾ തോന്നിയിരുന്നത്. അപ്പോൾ ഇതുപോലെ ഈ വണ്ടികളുടെ മോഡൽ വിൽക്കുന്ന കടയുടെ അടുത്തായിട്ടൊരു കടയുണ്ടായിരുന്നു. ആ കട ലേഖയ്ക്ക് ഒരിക്കലും മറക്കാൻ പറ്റുന്നതല്ലായിരുന്നു. കാരണം ആദ്യമായി ലേഖിക തൻ്റെ കണ്ണട വാങ്ങിയിരുന്നത് അവിടുന്നാണ്. അവിടുത്തെ ഡോക്ടർ ഒരു യൂറോപ്യനായിരുന്നു. शुरू में चश्मा लगाना बड़ा अटपटा लगा. छोटे बड़े मेरे चेहरे की ओर देखते और कहते, आँखों में कुछ तकलीफ़ है, इस उम्र में ऐनक दूध पिया करो. मैं डॉक्टर साहिब का कहा दोहरा देती, कुछ देर पहनोगी तो ऐनक उतर जाएगी. ആദ്യമൊക്കെ എനിക്ക് കണ്ണട വയ്ക്കുന്നത് വലിയ ബുദ്ധിമുട്ടായിരുന്നു. എല്ലാവരും ചോദിച്ചു തുടങ്ങി, എന്താ കണ്ണിന് വല്ല അസുഖമുണ്ടോ, ഇത്ര ചെറിയ പ്രായത്തിൽ തന്നെ എന്തിനാ കണ്ണട വെച്ചിരിക്കുന്നത്, പാല് കുടിക്കാത്തതുകൊണ്ടാണ്, നന്നായിട്ട് പാല് കുടിക്കൂ എന്നൊക്കെ പറയുമായിരുന്നു ഓരോരുത്തരും. वैसे डॉक्टर साहब ने पूरा आश्वासन दिया था, लेकिन चश्मा तो अब तक नहीं उतरा. नंबर बस कम ही होता रहा. मैं अपने आप इसकी जिम्मेवार हूँ. जब आप दिन की रोशनी को छोड़कर रात में टेबल लैंप के सामने काम करेंगी तो इसके अलावा और क्या होगा. हाँ, जब पहली बार मैंने चश्मा लगाया तो मेरे एक चचेरा भाई ने मुझे छेड़ा, देखो देखो कैसी लग रही है. ഇതെല്ലാം കേട്ടിട്ട് ലേഖിക ഡോക്ടറോട് ചോദിച്ചു, എന്താ ചെയ്യുക. അങ്ങനെ പറഞ്ഞു കുറച്ച് നാൾ വെച്ചതിന് ശേഷം അത് മാറ്റാം എന്ന് ഡോക്ടർ പറഞ്ഞു. वैसे डॉक्टर साहिब ने पूरा आश्वासन दिया था, लेकिन चश्मा तो अब तक नहीं उतरा. नंबर बस कम ही होता रहा. मैं अपने आप इसकी जिम्मेवार हूँ. जब आप दिन की रोशनी को छोड़कर रात में टेबल लैंप के सामने काम करेंगी तो इसके अलावा और क्या होगा. हाँ, जब पहली बार मैंने चश्मा लगाया तो मेरे एक चचेरा भाई ने मुझे छेड़ा, देखो देखो कैसी लग रही है. ഇപ്പം ഡോക്ടർ സാഹിബിൻ്റെ ആ വാക്കുകൾ വളരെ ആശ്വാസം തന്നിരുന്നെങ്കിലും ഇതുവരെയും ലേഖിക തൻ്റെ കണ്ണട മാറ്റിയിരുന്നില്ല. കാരണം ഇതിന് ഉത്തരവാദി താൻ തന്നെയാണെന്നാണ് ലേഖിക പറയുന്നത്. കാരണം പകൽ വെളിച്ചത്തിൽ ഒന്നും വായിക്കാതെ രാത്രിയിൽ ടേബിൾ ലാമ്പിൻ്റെ വെളിച്ചത്തിൽ ഇരുന്ന് വായിച്ചതുകൊണ്ടാണ് കണ്ണിന് ഇത്രയും സ്ട്രെയിൻ വന്നത്, ഇപ്പോഴും കണ്ണട വയ്ക്കേണ്ടി വന്നതെന്നാണ് ലേഖിക പറയുന്നത്. ആദ്യമായി കണ്ണട വെച്ചപ്പോൾ എൻ്റെ കസിൻ ബ്രദർ എന്നെ കളിയാക്കി. आँख पर चश्मा लगाया ताकि सूचे दूर की, यह नहीं लड़की को मालूम सूरत बनी लंगूर की. मैं खींची कि मुझ पर यह क्यों दोहराया जा रहा है, पर शेर बुरा न लगा. അപ്പോൾ ഭായി കസിൻ ബ്രദർ ലങ്കൂർ എന്നൊക്കെ പറഞ്ഞ്, ലങ്കൂർ എന്ന് വെച്ചാൽ ഒരു നീണ്ട വാലുള്ള കുരങ്ങനെയാണ് പറയുന്നത്. जब वह चाय पीकर चले गए तो मैं अपने कमरे में जाकर आईने के सामने खड़ी हो गई. कई बार अपने को देखा, ऐनक उतारी, फिर पहनी, फिर उतारी, देखती रही. सूरत बनी लंगूर की. नहीं, हाँ, मैंने अपने छोटे भाई का टोपा उठाकर सिर पर रखा. कुछ अजीब लगा, अच्छा भी और मज़ाकिया भी. അപ്പോൾ അവിടെ ചായ എല്ലാവരും കുടിച്ചിട്ട് പോയി കഴിഞ്ഞപ്പോൾ ലേഖിക തൻ്റെ റൂമിൽ കയറിയിട്ട് കണ്ണട എടുത്ത് വയ്ക്കും, പിന്നെ മാറ്റും, പിന്നെ വയ്ക്കും, അങ്ങനെ നോക്കി. എനിക്ക് അങ്ങനെ ലങ്കൂറിൻ്റെ ചായ ഉണ്ടോ എന്നൊക്കെ നോക്കിയിരുന്നു. പക്ഷേ ഇല്ല എന്ന് മനസ്സിനോട് പറഞ്ഞിട്ട് വീണ്ടും ചഷ്മ വെച്ചുകൊണ്ടിരുന്നു. എന്നിട്ട് തൻ്റെ ചെറിയ ബ്രദറിൻ്റെ തൊപ്പി എടുത്തിട്ട് തലയിൽ വയ്ക്കുമായിരുന്നു. അതും ഭയങ്കര ഇഷ്ടമായിട്ട് തോന്നി, വളരെ രസകരമായിട്ട് ലേഖയ്ക്ക് തോന്നി. तब की बात थी, अब तो चेहरे के साथ घुल मिल गया है चश्मा. जब कभी उतरा हुआ होता है तो चेहरा खाली लगने लगता है. याद आ गया वह टोपा, काली
फ्रेम का चश्मा और लंगूर की सूरत. हाँ, इन दिनों शिमला में मैं सिर पर टोपी लगाना पसंद करती हूँ. मैंने कई रंगों की जमा कर ली है. कहाँ दुपट्टों का ओढ़ना और कहाँ सहज सहल सुबीदे वाली ഹിമാചലി ടോപ്പിയ. അങ്ങനെ കണ്ണട വെച്ച് അത് മുഖത്തിന് നല്ല ചേർച്ചയായിട്ട് തോന്നി. ഇപ്പോൾ കണ്ണട ഊരിയാൽ എന്തോ മുഖത്തിലെന്തോ ഇല്ലാത്ത പോലെ, കുറഞ്ഞതുപോലെ തോന്നും. അതുപോലെ തന്നെ അങ്ങനെ തലയിൽ തൊപ്പിയും കറുത്ത ഫ്രെയിമുള്ള കണ്ണടയും വെച്ചിരുന്നു. ഈ സിംലയിൽ വെച്ച് പല നിറത്തിലുള്ള തൊപ്പി ലേഖിക വാങ്ങിയിരുന്നു. ലേഖികയ്ക്ക് ഹിമാചലിലെ തൊപ്പി വളരെ ഇഷ്ടമായിരുന്നു. അങ്ങനെ പലതരത്തിലും പല നിറത്തിലുമുള്ള ഹിമാചൽ തൊപ്പികളുടെ ഒരു കളക്ഷൻ തന്നെ ലേഖികയ്ക്ക് ഉണ്ടായിരുന്നു. എല്ലാവർക്കും ഈ ലെസൺ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു.